ഭവാനി അഷ്ടകം ആണ് നമ്മൾ ഇന്ന് തുടങ്ങുന്ന ഒരു ചെറിയ 8 ശ്ലോകങ്ങൾ അടങ്ങിയതാണ് ഭവാനി അഷ്ടകം. ആദിശങ്കര ഭഗവത് കൃതം ഭവാനി അഷ്ടകം എന്നാണ് പറയുന്നത്. നമുക്ക് അതിലെ ശ്ലോകങ്ങൾ ഒന്ന് വായിച്ചതിന് ശേഷം 8 ശ്ലോകങ്ങളുണ്ട് അതില്. എല്ലാം വളരെ അർത്ഥവത്തായിരിക്കുന്ന ശ്ലോകങ്ങളാണ്. അതിനുശേഷം നമുക്കതിൽ ഓരോ ശ്ലോകങ്ങളായിട്ട് എടുത്ത് എന്താണ് അതിന്റെ താല്പര്യം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ആ 8 ശ്ലോകങ്ങളും ഒന്ന് കേൾക്കാം. കാരണം അത് കേട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. ന താതോ ന മാത ന ബന്ധുർ ന ദാത ന പുത്രോ ന പുത്രി ന ഭൃത്യ ന ഭർത്ത ന ജായ ന വിദ്യ ന വൃത്തിർ മമൈവ ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി ഭവാബ്ദാവപാരേ മഹാദുഃഖഭീരോ പപാത പ്രഗാമി പ്രലോഭീ പ്രമത്തഃ കുസംസാരപാശ പ്രബദ്ധ സദാഹം ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി ന ജാനാമി ദാനം ന ച ധ്യാനയോഗം ന ജാനാമി തന്ത്രം ന ച സ്തോത്രമന്ത്രം ന ജാനാമി പൂജാം ന ച ന്യാസയോഗം ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി ന ജാനാമി പുണ്യം ന ജാനാമി തീർത്ഥം ന ജാനാമി മുക്തിം ലയം വാ കദാചിത് ന ജാനാമി ഭക്തിം വൃതം വാപി മാതഃ ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി കുകർമ്മി കുസംഗി കുബുദ്ധി കുദാസഃ കുലാചാരഹീന കുദാചാരലീനഃ കുദൃഷ്ടി കുവാക്യ പ്രബന്ധ സദാഹം ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി പ്രജേശം രമേശം മഹേശം സുരേശം ദിനേശം നിശീഥേശ്വരം വാ കദാചിത് ന ജാനാമി ചാന്യത് സദാഹം ശരണ്യേ ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി വിവാദേ വിഷാദേ പ്രമാദേ പ്രവാസേ ജലേ ചാനലേ പർവ്വതേ ശത്രുമധ്യേ അരണ്യേ ശരണ്യേ സദാ മാം പ്രപാഹി ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി അനാഥോ ദരിദ്രോ ജരാരോഗയുക്തോ മഹാക്ഷീണ ദീന സദാ ജാഡ്യവക്ത്രഃ വിപത്തൗ പ്രവിഷ്ട പ്രനഷ്ട സദാഹം ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി ഇതി ആദിശങ്കര ഭഗവത്പാദകൃതം ഭവാന്യഷ്ടകം സമ്പൂർണം. ഇതാണ് ഭവാനി അഷ്ടകത്തിന്റെ 8 ശ്ലോകങ്ങൾ. കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം അല്ലെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത്. ഈ 8 ശ്ലോകങ്ങൾ എന്ന് പറയുമ്പോ തന്നെ എന്താ പറയാ, 8 വഴികള് ദേവിയിൽ എത്തിച്ചേരാനുള്ള. ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. അമ്മയിലേക്കുള്ള വഴി എനിക്ക് അറിയില്ല. എനിക്ക് പക്ഷെ എന്റെ ആഗ്രഹം എന്താണ്, എനിക്ക് അമ്മയിൽ എത്തിച്ചേരണം. പക്ഷെ എനിക്കറിയില്ല ആ വഴി. എനിക്ക് ഗതിസ്ത്വം എന്ന് പറഞ്ഞാൽ വഴി കാണിച്ചു തരൂ. വഴി എനിക്കത് മാത്രമേ ഉള്ളൂ, ഏകം അത് മാത്രമേ ഉള്ളൂ ആ വഴി, എനിക്ക് അമ്മ കാണിച്ചു തരൂ എന്ന് ഒരു എന്താ പറയാ, ഒരു കുഞ്ഞിന്റെ ദീനരോദനം എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. നമ്മളൊരു അമ്മയെ കാണാതെ പോയ കുഞ്ഞെന്താ, കുഞ്ഞിന് എപ്പോഴും അമ്മയെ കാണണ ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ആദ്യമായിട്ട് ഇതിനെ ഈ ഒരു അഷ്ടകത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ ഏറ്റവും ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് എന്താ പറയാ, ഏറ്റവും വലിയ ദേവി സനാതന ധർമ്മത്തിന്റെ, നമ്മുടെ ഭാരതത്തിന്റെ തന്നെ ഏറ്റവും എന്താ പറയാ, ഇന്ന് ലോകം അറിയപ്പെടുന്ന വിവേകാനന്ദ സ്വാമിയുടെ ഗുരുവായിരിക്കുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഭാര്യയായിരിക്കുന്ന ശാരദാ ദേവിയാണ്. ആ അമ്മ ഈ ഒരു ഭവാനി അഷ്ടകത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കത് എന്താണെന്ന് നോക്കിയിട്ട് ഇതിലോട്ട് കയറാം. ജസ്റ്റ് 4 ലൈനേ ഉള്ളൂ. അമ്മ പറഞ്ഞിരിക്കുന്നത്, ഇഫ് യു ഫേസ് ട്രബിൾ ഇൻ യുവർ ഡേ ടു ഡേ ലൈഫ് ഓർ യു ആർ ഇൻ ഡിഫിക്കൽട്ട് ടൈം, ജസ്റ്റ് പ്രേ ടു ഗോഡ് ഓർ യുവർ ഗുരു ഓർ യുവർ ലീനിയേജ്, ദേ വിൽ ഹെൽപ്പ് യു ഔട്ട്. അത് മനസ്സിലായല്ലോ. നമ്മള് ജീവിതത്തിൽ എന്തെങ്കിലും എന്താ പറയുക വിഷമഘട്ടങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സുഖദുഃഖങ്ങളാണ്. അപ്പൊ അതിൽ നമുക്ക് ദുഃഖങ്ങൾ വരും. അപ്പൊ എന്താ ചെയ്യേണ്ടത്?
നമുക്ക് ആ ഈശ്വരനോട് പ്രാർത്ഥിക്കൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗുരുവിനോട് പറയൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ പരമ്പരയോട് പറയൂ, ഉറപ്പായിട്ടും നടക്കും എന്നാണ് അമ്മ പറയുന്നത്. പക്ഷെ അമ്മ അത് കഴിഞ്ഞിട്ട് പിന്നെ 4 സെന്റൻസ്, അവിടെയാണ് അതിന്റെ പ്രാധാന്യം പറയുന്നത്. അമ്മ പറയുന്നത്, ഇഫ് യു ആർ റിയലി ബ്രോക്കൺ ഫ്രം ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്, crying, weeping, frustrated, trying everything, but nothing seems to work, then call her. കോൾ ഹർ. ആരാണ് ഈ കോൾ ഹർ? ഹർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഇട്ടിരിക്കുക. ആ ആളിനെ വിളിക്കൂ. നമ്മളെല്ലാം എന്താ പറയാ, നമ്മുടെ കയ്യിലില്ല. നമുക്ക് ആരെ വിളിക്കാൻ പറ്റും? നമ്മൾ അവസാനം നമ്മളെ കൊണ്ട് പറ്റും, ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, കർമ്മങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ നോക്കും. അവസാനം നമ്മൾ ആരുടെ അടുത്ത് പോകും? അമ്മയുടെ അടുത്ത്, ഇല്ലേ? സ്വന്തം അമ്മ, ഫിസിക്കൽ മദർ ആലോചിച്ച് നോക്കൂ. നമ്മൾ അമ്മയെ വിട്ടാണ് ജീവിക്കണമെങ്കിൽ അമ്മ ഞാൻ എന്ത് ചെയ്യണം? സ്വന്തം അമ്മയോട് ചോദിക്കാറുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? ഇഫ് യു ആർ റിയലി ബ്രോക്കൺ ഫ്രം ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്, നിങ്ങളെല്ലാം എന്താ പറയാ, തകർന്നടിഞ്ഞ് ജീവിതത്തിൽ എന്താ അപ്പുറത്ത് പോവാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുന്ന ഒരു ഘട്ടത്തില്, അകത്തും പുറത്തും എനിക്ക് ആരും സഹായമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് ദുഃഖിച്ച് ഫ്രസ്ട്രേറ്റഡ്, ജീവിതം മടുത്ത് നിൽക്കുന്ന സമയത്ത് എന്ത് വേണം? മറന്നു പോവരുത്. അമ്മ പറയുക, കോൾ ഹർ. നമ്മൾ വിളിച്ചാൽ ഓടി വരാനുള്ള ഒരു അമ്മയുണ്ട് നമുക്ക്, പക്ഷെ നമ്മൾ മറന്നുപോയി, അല്ലേ? ആ അമ്മയെ വിളിച്ചാൽ എന്ത് സംഭവിക്കും? പ്രേ ടു ഡിവൈൻ മദർ, ഷീ വിൽ ബി ദർ ഇൻ നോ ടൈം. നമ്മൾ എത്ര സമയം കളഞ്ഞു ബാക്കിയുള്ളവരിൽ ഡിപ്പെൻഡ് ചെയ്ത്? അവര് വരും, ഇവര് വരും, എന്റെ ബന്ധുക്കൾ വരും, മക്കൾ വരും, അല്ലെ? നമുക്ക് എന്താ പറയാ, സഹായത്തിന് ഞാൻ വിശ്വസിച്ച ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് സമയം കളഞ്ഞു. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അമ്മയെ വിളിക്കുന്ന ആ ടൈമിൽ, ഇൻ നോ ടൈം എന്നാ പറഞ്ഞു. വിളിക്കുന്നതിന് മുമ്പേ വന്നു കഴിഞ്ഞു. അതെന്താ വിളിക്കുന്നതിന് മുമ്പേ വരാൻ കാരണം? വിളിക്കുമോ വിളിക്കുമോ എന്ന് നോക്കിയിരിക്കുന്ന ഒരമ്മയെ നമ്മുടെ ഉള്ളിലുള്ളൂ. അതാരാണ്? സാക്ഷാൽ ജഗദംബികയാണ്. ആ അമ്മ സ്വന്തം മക്കളെ എപ്പോ വിളിക്കുന്നു, അവരെപ്പോ ആവശ്യപ്പെടുന്നു, അവിടെ എപ്പോഴും നമ്മളെ ദുഃഖങ്ങളും വിഷമങ്ങളും ആവശ്യങ്ങളുമായിട്ടാണ് അമ്മയുടെ മുമ്പിൽ ചെല്ലുന്നത്, അല്ലെ? അത് തരൂ, ഇത് തരൂ, എന്റെ കുട്ടികളെ ജയിപ്പിക്കൂ, ഭൗതികമായിട്ട് എനിക്ക് ആവശ്യങ്ങളുമായിട്ട്. അല്ലാതെ അമ്മയെ മനസ്സറിഞ്ഞ ഒരു കുഞ്ഞ് എപ്പോഴാണ് വിളിക്കുന്നത്? ദുഃഖത്തിൽ പെടുമ്പോഴാണ്. അപ്പൊ ആ അമ്മ എന്താ ചെയ്യുന്നത്? അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ എന്താ, ഇൻ നോ ടൈം എന്നാ പറയുന്നത്. സദ്യപ്രസാദിനി എന്ന് ലളിതാ സഹസ്രനാമം. ആ അമ്മ ഉടനെ വന്നിരിക്കും. നമുക്ക് ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഭവാനി അഷ്ടകം പഠിക്കാൻ. കാരണം ഭവാനി അഷ്ടകം എന്ന് പറയുന്നത് അമ്മയോടുള്ള പ്രാർത്ഥനയാണ്. അത്രയും വിഷമ ഘട്ടത്തിലിരിക്കുന്ന ഒരു കുട്ടിയുടെ പ്രാർത്ഥനയായിട്ട് വേണം. ശങ്കരാചാര്യ സ്വാമികൾ ആരാണെന്ന് നമുക്കറിയാം. ശാസ്ത്രങ്ങളും ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ അരച്ച് കലക്കി കുടിച്ച് അത്രയും ഉയർന്ന തലത്തിലുള്ള ഒരാളാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നു? അദ്ദേഹം എവിടെ നിൽക്കുന്നു? അദ്ദേഹം എന്തുകൊണ്ട് അമ്മയോട് ഇങ്ങനെ പറയുന്നു? അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ടാണ് ഈ ശ്ലോകങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത്, അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല. നമ്മളെ ആ സ്ഥാനത്ത് കണ്ടിട്ട് വേണം നമ്മൾ അമ്മയോട് വിളിക്കാൻ. നമ്മുടെ ഈഗോ എല്ലാം മാറ്റിവെച്ച് നമുക്ക് എപ്പോ അമ്മയെ വിളിക്കാൻ പറ്റും? മനസ്സ് ശുദ്ധമാകുമ്പോൾ നമുക്ക് വിളിക്കാൻ പറ്റും, അല്ലേ? അപ്പോ ഈ എന്താ പറയാ, ശാരദാദേവി, ആ അമ്മ പറയുന്നത്, ഭവാനി എന്ന് പറഞ്ഞ ഭവിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ, ഈ സൃഷ്ടിയിലെ എല്ലാത്തിന്റെയും അമ്മയായിരിക്കുന്ന ജഗദംബികയെ നമ്മള് ദുഃഖങ്ങളും വിഷമങ്ങളും വരുമ്പോ മറന്നു പോകരുത്. സാധാരണ ചെറിയ കാര്യങ്ങൾക്ക് അമ്മയെ വിളിക്കരുത്. നമ്മള് അതിന് എന്താ പറയാ, നമുക്ക് ഗുരുവുണ്ട്, ഈശ്വരനുണ്ട്, അമ്മയുടെ തന്നെ വേറെ ഭാവങ്ങളുണ്ട്, നമ്മുടെ ലീനിയേജ്, നമ്മുടെ പരമ്പരയുണ്ട്. പക്ഷേ തകർന്നു നിൽക്കുന്ന അവസരത്തില്, ആരുമില്ലാന്ന് തോന്നുമ്പോ അമ്മാന്ന് വിളിക്കണം. ആ അമ്മ കാത്തു നിൽക്കുകയാണ് നമ്മളെ സഹായിക്കാൻ വരാൻ. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. പ്രത്യേകിച്ച് ദേവി ഉപാസകര് അമ്മയ്ക്ക് ശരണാഗതി ചെയ്ത് അമ്മയെ ഇഷ്ടദേവതയായിട്ട് നമ്മൾ കൊണ്ടു നടക്കുകയാണ്. ആ ഇഷ്ടദേവതയോട് ആ അമ്മയ്ക്ക് നമുക്ക് എത്രയാണ് ഇഷ്ടമുണ്ട് അമ്മയ്ക്ക് അറിയാം. പക്ഷെ നമ്മുടേതിന്റെ 1000 മടങ്ങ് ഇഷ്ടമാണ് അമ്മയ്ക്ക് നമ്മളോട്. നമ്മളത് അറിയുന്നില്ല. കാരണം എന്താ? നമ്മുടെ ആഗ്രഹങ്ങള്, നമ്മുടെ ഹോപ്പുകൾ, അല്ലെ? നമ്മൾ പലതും കിട്ടുന്ന വിചാരിക്കുന്നു, അതൊന്നും കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷൻ, ഇതാണ് നമ്മൾ അമ്മയിൽ നിന്ന് അകന്നു പോവാൻ കാരണം. അതെല്ലാം മാറ്റിവെച്ച് നമ്മൾ അമ്മയെ അറിയണം, വിളിക്കണം. ആ 8 ശ്ലോകങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ഗതിസ്ത്വം. അമ്മ, എനിക്ക് വേറെ ആരുമില്ല, ഗതി ആരുമില്ല, എനിക്ക് അവിടെ എത്തിച്ചേരണം. ഒരു ജീവന്റെ ആ ഒരു ആഗ്രഹത്തെയാണ് നമ്മൾ അവിടെ കാണാൻ പോകുന്നത് ഈ 8 ശ്ലോകങ്ങളില്. ഈ ശ്ലോകങ്ങളെല്ലാം തന്നെ നമ്മുടെ മനസ്സിൽ എന്താ പറയാ, 8 നാഴിക കല്ലുകളായിട്ട് നമുക്ക് അമ്മയുടെ അടുത്ത് എത്താനുള്ള കടമ്പകളായിട്ട് കണ്ടിട്ട് നമ്മളത് പഠിച്ച് ദിവസവും നമ്മൾ അമ്മയോട് പറയണം, ഗതിസ്ത്വം ത്വം ഏകാ ഭവൻ. ഇത് ഓരോ ശ്ലോകം പഠിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ അത് തെളിഞ്ഞു വരും, അമ്മയുടെ രൂപം. നമുക്ക് നോക്കാം.
ഈ ഭവാനി അഷ്ടകം എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാല് ദേവിയുടെ വളരെ പ്രസിദ്ധമായിരിക്കുന്ന മംഗളകരമായിരിക്കുന്ന ഓസ്പീഷ്യസ് സ്തോത്രം എന്നാണ് അമ്മ പറയുന്നത്. ശാരദാദേവി അമ്മ എന്നും ജപിക്കുമായിരുന്ന ഒരു സ്തോത്രമാണെന്ന് പറയണു. ആ ഒരു ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ബുക്കിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഭാര്യ ജപിക്കുന്ന ഭവാനി അഷ്ടകം എനിക്ക് ഏറ്റവും ഇഷ്ടമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അത്രയും എന്താ പറയാ പഴയ അത്രയും മംഗളകരമായിരിക്കുന്ന 8 ശ്ലോകങ്ങളാണ് ഭഗവത് പാദർ ഇതിൽ രചിച്ചിരിക്കുന്നത്. പാർവതി ദേവിയുടെ തന്നെ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു രൂപമാണ്. കാരണം ഭവൻ എന്ന് പറയുന്ന ശിവൻ, ആ ശിവന്റെ ശക്തിഭാവമാണ് ഭവാനി. ആ ഭവാനി എന്നുള്ള ദേവി അപ്പൊ തന്റെ ഭക്തരെ എന്താ പറയാ സംരക്ഷിച്ച് അവരെ പൂർണ്ണമായിട്ട് അവരുടെ ആ ഒരു ഒരു അമ്മയെ പോലെ സംരക്ഷിച്ച് അവർക്ക് എല്ലാം എന്താ പറയാ ഈ പ്രപഞ്ചത്തിൽ അവർക്ക് ഭൗതികമായിട്ട് വേണ്ടതെല്ലാം കൊടുത്ത് അവസാനം അവർക്ക് ആധ്യാത്മികമായിട്ടുള്ള മുക്തിയും കൊടുക്കുന്ന ദേവിയാണ് ഭവാനി. അപ്പൊ ശങ്കര ഭഗവത് പാദർ എഴുതിയ 8 ശ്ലോകങ്ങൾക്കും നമുക്ക് വളരെ എന്താ പറയാ ആഴമേറിയ ഒരുപാട് ഫിലോസോഫിക്കൽ ആയിട്ടുള്ള അർത്ഥങ്ങൾ ഇതിനകത്തുണ്ട്. കാരണം നമ്മൾ ചുമ്മാ ഇത് ചൊല്ലിയാൽ പോരാ, നമ്മളത് മനസ്സിലായെങ്കിൽ മാത്രമേ ആ ഒരു എന്താ പറയാ ഭക്തനോട് ദേവിക്കുള്ള ആ ഒരു പൂർണ്ണമായിട്ടുള്ള സ്നേഹവും ഒരു ഭക്തന് ദേവിയോട് വേണ്ട നമുക്ക് ഉണ്ടായിരിക്കേണ്ട ശരണാഗതിയും നമ്മുടെ മനസ്സില് എന്താ പറയാ തെളിഞ്ഞു വരുള്ളൂ. നമ്മളിത് ശരിക്കും പറഞ്ഞാൽ ഈ ശ്ലോകത്തിന്റെ അർത്ഥങ്ങൾ മാത്രമല്ല, കാരണം ഇതിനകത്ത് ഭാവത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. നമ്മൾ പറയില്ലേ ഭാവന ഉപനിഷത്ത് എന്തിനാ നമ്മൾ പഠിക്കുന്ന? ദേവിക്ക് ഭാവന ഉപനിഷത്ത് വളരെ വിശേഷമാണ്. കാരണം ഭാവനയിലൂടെ മാത്രമേ നമുക്ക് ദേവിയെ അറിയാൻ പറ്റൂ. അല്ലാതെ നമ്മുടെ ഈ ഫിസിക്കൽ ബോഡി കൊണ്ടോ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും ദേവിയെ അറിയാൻ പറ്റില്ല. ഈ ശ്ലോകങ്ങളെല്ലാം തന്നെ ഏകമായിരിക്കുന്ന ഒരു സത്യത്തിലേക്കാണ് നമ്മളെ നയിക്കണമെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഈ പ്രപഞ്ചത്തില് വേറെ ആർക്കും അല്ലാതെ വേറെ ഒന്നിനും ഒരു ജീവനെ രക്ഷിക്കാൻ സാധ്യമല്ല. അത് ഉറപ്പാണ്. ആ ഒരു സത്യത്തെ അറിഞ്ഞ ഒരാളാണ് ശങ്കര ഭഗവത് പാദർ. അദ്ദേഹത്തിന് ഒരുപാട് ദേവതാ സങ്കല്പം 33 ദേവകളെ കുറിച്ചും അദ്ദേഹം സ്തോത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അമ്മയുടെ കാര്യം എഴുതിയപ്പോൾ ഇത്രയും പ്രാധാന്യം കൊടുത്ത് എഴുതിയേക്കുന്നത്? കാരണം ഒരു ജീവനെ ഈ പ്രപഞ്ചത്തിൽ കൊണ്ടുവരുന്നത് അമ്മയാണ്. അപ്പൊ അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഒരു അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ, ഇല്ലേ? അപ്പൊ അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. ആ ജീവനെ രക്ഷിക്കാൻ വേറെ ആർക്കും കഴിയില്ല, അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് ഒരു കുഞ്ഞ് പുറത്തു വന്നത്. ആ കുഞ്ഞിനെ രക്ഷിക്കേണ്ട കടമ, ഉത്തരവാദിത്വം അമ്മയ്ക്കുണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞ് അത്രയും എന്താ പറയാ സ്വാതന്ത്ര്യത്തോടു കൂടി യാതൊരു ഇൻഹിബിഷനും ഇല്ലാതെ അമ്മ എന്നെ വരൂ രക്ഷിക്കൂ എന്നൊക്കെ പറയാൻ നമുക്ക് അമ്മയോടല്ലാതെ ആർക്കാ പറയാൻ പറ്റുന്നത്? അപ്പൊ ഭവാനി എന്നുള്ള ആ ഒരു സ്വരൂപത്തില് ഭവിച്ചതിനെ എല്ലാം സംരക്ഷിച്ച് ഈ സംസാരത്തെ കടത്തിവിടുന്ന ആ ഭവതാരിണിയായിരിക്കുന്ന ദേവി, അതാണ് ഭവാനി. അപ്പൊ അങ്ങനെയാണ് അമ്മ നിലകൊള്ളുന്നത്. ഭവാനി എന്ന് വിളിക്കുമ്പോൾ തന്നെ ഭവാനി എന്നുള്ളതിന് ഒരുപാട് ഭവാനി അഷ്ടകമുണ്ട്, ഭവാനി സഹസ്രനാമമുണ്ട്. ഈ ഒരൊറ്റ നാമത്തിന് തന്നെ ഒരുപാട് എന്താ പറയാ അർത്ഥ വ്യാപ്തിയുണ്ട്. കാരണം നമ്മള് ഈ ശങ്കരാചാര്യ സ്വാമികളുടെ സൗന്ദര്യലഹരിയിൽ ഒരു ശ്ലോകം ഉണ്ടല്ലേ, ഭവാനി ത്വം ദാസ്യമയി വിതര ദൃഷ്ടിയും സകരുണ. അപ്പൊ ഇതിന്റെ സൗന്ദര്യലഹരിയിൽ ഇത് ശങ്കര ഭഗവത് പാദർ തന്നെയാണ് ഇത് പറയുന്നത്. അപ്പൊ ഭവാനി അഷ്ടകം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ദാർശനികമായിരിക്കുന്ന സ്തോത്രമാണെന്ന് നമുക്ക് പറയാം. അവനൊരു പ്രത്യേകതരം ഭാവത്തിലാണ് ഭഗവത് പാദർ അത് രചിച്ചിരിക്കുന്നത്. അപ്പൊ ഓരോ ഭക്തനും അനേക ജന്മങ്ങളില് അനേക ദേവതകളെ ഉപാസിച്ചതിന് ശേഷമാണ് നമ്മള് ദേവി ഉപാസന, അല്ലെ, അവസാനത്തെ ജന്മമാണെന്ന് പറയും ശ്രീവിദ്യ ഉപാസന വരിക. അപ്പോ അവസാനം ദേവിയാണ്, എനിക്ക് ശരണാഗതി ചെയ്താൽ ദേവി എന്നെ അപ്പുറത്ത് കൊണ്ടുപോകും എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തിലാണ് തന്റെ ഇഷ്ടദേവതയായിട്ട് നമ്മൾ ദേവിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ആ ഭക്തന് അമ്മയോടുള്ള ഒരു ഭാവം എന്തായിരിക്കണം? കാരണം ഈ ഓരോ വരികളും ഒരു ഭക്തന്റെ ഭാവമാണ്. കാരണം ശങ്കരാചാര്യ സ്വാമികൾ കൈലാസത്തിൽ പോയിട്ടുള്ള ആളാണ്. കൈലാസത്തിൽ ചെന്ന് എന്താ പറയാ ശിവന്റെ കയ്യിൽ നിന്ന് ഈ പറഞ്ഞ ശിവലിംഗങ്ങളും സൗന്ദര്യലഹരി 41 ശ്ലോകവും നേരിട്ട് വാങ്ങിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹം മകന്റെ ഭാവമാണ് അമ്മയ്ക്ക്. അമ്മ ബാക്കിയുള്ള ശ്ലോകങ്ങൾ എഴുതാൻ നേരിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുന്നു കൊടുത്തു എന്ന് പറയുന്നു. അത്രയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇവിടെ എന്ത് ഭാവമാണ് ശങ്കര ഭഗവത് പാദർ നമുക്ക് വേണ്ടി കാണിക്കുന്നത്? ഒരു ഭക്തന്റെ ഭാവം. നമുക്ക് ആ സ്വാതന്ത്ര്യം ഇല്ല. കാരണം എന്താ? നമ്മളെ ജനിച്ചപ്പോൾ മുതൽ അകന്ന് ഈ ഭൗതിക സുഖങ്ങളിൽ മുഴുകി അമ്മയെ മറന്നവരാണ്.
കാരണം അമ്മയ്ക്ക് നമ്മളെ അമ്മയാണ് എല്ലാം ഉള്ള ഒരു തോട്ട് നമുക്ക് വന്നിട്ട് ഈവൻ ഒരു ഉപാസനാ മാർഗത്തിൽ പ്രവേശിച്ചിട്ട് പോലും നമുക്ക് അത്രയും നമുക്ക് അമ്മയായിട്ട് അടുക്കാൻ പറ്റുമോ? നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുന്നു, ഓക്കെ അല്ലെ? അമ്മ ക്ഷേത്രത്തിനകത്തിരിക്കുന്നു, ഇല്ലെങ്കിൽ പൂജാമുറിയിൽ ഇരിക്കുന്നു, വേറെ എവിടെയോ ഇരിക്കുന്നു, ഞാൻ വേറെ അമ്മ വേറെ. ഈ ദ്വൈത ഭാവത്തിൽ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് അമ്മയെ ആ സ്വാതന്ത്ര്യത്തിൽ വിളിക്കാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ടാണ് ശങ്കര ഭഗവത്പാദർ ഇവിടെ ഒരു ഭക്തന്റെ രൂപമിട്ട്, ഭക്തന്റെ വേഷത്തില് ആ അമ്മയോട് ഈ ശ്ലോകങ്ങൾ പറയുന്നു. നമ്മളും ഭക്തരാണ്, നമുക്ക് ഭക്തിയിലൂടെ മാത്രമേ ജ്ഞാനം കൈവരിച്ച് അമ്മയിൽ എത്തിച്ചേരാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഭവാനി ഭാവനാഗമ്യ, ഭാവന കൊണ്ട് ഗമ്യായിരിക്കുന്ന, ഭാവന കൊണ്ട് അഗമ്യ, രണ്ടും പറയാം അല്ലെ? നമുക്ക് ചുമ്മാ ഒരു തലത്തിൽ അമ്മയുടെ അടുത്ത് പോകാൻ പറ്റില്ല, ഭാവന ചെയ്യണം. ആ ഭവാരണ്യത്തെ ഇല്ലാതാക്കണമെങ്കിൽ ഈ ഭവിച്ചിരിക്കുന്ന ഈ പ്രപഞ്ച ബോധത്തെ, നമ്മുടെ ശരീരം ഉള്ളത് കൊണ്ടാണ്, ശരീരത്തിലൂടെ മനസ്സിലാക്കുന്ന ഈ പ്രപഞ്ചം സത്യമല്ല എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ എന്ത് വേണം? ഈ അമ്മയുടെ അനുഗ്രഹം വേണം അല്ലെ? ഭവാരുണ്യത്തെ കുഠാരിക, അത് ഇല്ലാതാക്കുന്ന കുഠാരിക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വാള്. അപ്പൊ അമ്മയുടെ അനുഗ്രഹം എന്താ? ഈ ഭവാരണ്യത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഭവാനി എന്നുള്ള ഒരു ഒറ്റ നാമം നമുക്ക് മുക്തിയും ഭുക്തിയും നൽകുന്ന നാമാണ്. അപ്പൊ അമ്മ എന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു ഭവാരണ്യത്തിൽ കൊണ്ടുവന്നത് അമ്മയാണ്, പ്രസവിത്രിയാണ് അമ്മ. നമ്മളെ ഈ പ്രപഞ്ചത്തിൽ കൊണ്ടുവന്നാണ്, നമ്മളെ പരിപാലിക്കുന്നത് അമ്മയാണ്. ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മളെ വിട്ടുപോകാൻ നമുക്ക് അനുഗ്രഹം തരുന്നതും അമ്മയാണ്. അപ്പൊ ആ ഒരു ഭവം എന്നാൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരിക്കലും മാറാത്തത്, മാറ്റമില്ലാത്തത്. ഇപ്പൊ ഭവാനി എന്ന് പറഞ്ഞാൽ ആ മാറ്റമില്ലാത്ത ശക്തി, മാറ്റമില്ലാത്തതിന്റെ ശക്തി. എന്താണ് നമ്മുടെ പ്രപഞ്ചത്തിൽ മാറ്റമില്ലാത്തത്? ബ്രഹ്മം അല്ലെ? നമ്മൾ പരശിവൻ എന്നൊക്കെ പറയും. മാറ്റമില്ലാത്ത, യാതൊരു ചലനമില്ലാത്ത ആ ഒരു ശക്തി, ആ ഒരു ചൈതന്യത്തിന്റെ, ആ ചൈതന്യം ചലിപ്പിക്കുന്ന ശക്തിയാണ് ഭവാനി, മംഗള സ്വരൂപമായിട്ടിരിക്കുന്നവൾ. ശിവന്റെ അഷ്ടമൂർത്തി സ്വരൂപം നമുക്കറിയാം. ശിവന്റെ അഷ്ടമൂർത്തികളിലെ പഞ്ചഭൂതങ്ങളും സൂര്യനും ചന്ദ്രനും ഞാൻ എന്നുള്ള ഭാവവും. അതിൽ അഷ്ടമൂർത്തിയായിരിക്കുന്ന ശിവന്റെ ഭവൻ എന്ന് പറയുന്ന ആ ഭാവത്തിന്റെ ശക്തി രൂപമാണ് ഭവാനി. അപ്പൊ അദ്ദേഹത്തിന്റെ എന്താ പറയാ, അദ്ദേഹത്തെ ഈ പ്രപഞ്ചത്തിലെ മാറ്റർ ആൻഡ് എനർജി എന്ന് പറഞ്ഞ മാറ്റർ ആയിരിക്കുന്ന ശിവന്റെ ബോധമായിരിക്കുന്ന ശക്തി ഭവാനി. അപ്പോ അദ്ദേഹം എന്താ പറയാ, ആ ദേവിയിലൂടെ മാത്രമേ നമുക്ക് ആ പറയുന്ന പരമമായിരിക്കുന്ന ചൈതന്യത്തില്, പരശിവനില് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യവും ആരോടാ പറയണ്ടേ? അമ്മയോടാ, ദേവിയോടാണ് അല്ലെ? അപ്പോ ഈ 8 ശ്ലോകങ്ങൾ എന്ന് പറയുന്ന ഭവാനി അഷ്ടകം തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ എന്താ പറയാ യാത്രയില്, നമ്മുടെ ജീവിത യാത്രയില് വളരെയധികം നമ്മളെ സഹായിക്കുന്ന ശ്ലോകങ്ങളാണ്. ഇപ്പൊ ശങ്കര ഭഗവത്പാദർ എല്ലാ ഹിന്ദു ദൈവങ്ങളെ കുറിച്ചും അനേകം സ്തോത്രങ്ങൾ രചിച്ചിട്ടുണ്ട് അല്ലെ? എങ്കിലും ദേവീ സ്തുതികളാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് പറയാം. കാരണം നമ്മൾ അതിന്റെ കണക്കെടുക്കുകയല്ല, എങ്കിലും ദേവീ സ്തുതികളാണ് അദ്ദേഹം കൂടുതൽ രചിച്ചിട്ടുള്ളത്. അതിൽ വളരെ വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു ജീവന്റെ അമ്മയിൽ എത്തിച്ചേരാനുള്ള ആ ഒരു ദാഹം അല്ലെങ്കിൽ പെടച്ചിൽ, അമ്മയെ പിരിഞ്ഞ കുഞ്ഞിന്റെ ദുഃഖം. നമ്മളെ സംബന്ധിച്ച് തന്നെയാണെങ്കിലും ഒരു നമ്മൾ പറയില്ലേ, ഒരു കൊച്ചുകുട്ടി എന്റെ അമ്മ പ്രസവത്തിൽ നഷ്ടപ്പെട്ടു പോയി, ഇല്ലെങ്കിൽ കുറച്ച് വയസ്സായപ്പോ ഒരു 10 വയസ്സൊക്കെ ആയപ്പോ നഷ്ടപ്പെട്ടു പോയി, മരിച്ചു പോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ പറയാ? അയ്യോ പാവം അല്ലെ? എല്ലാരും ഉണ്ടെങ്കിലും അമ്മ ഇല്ലെങ്കിൽ എങ്ങനെ വളരും? നമ്മൾ പറയാറുള്ളതാണത്. അതുപോലെ അമ്മയെ പിരിയുക എന്ന് പറയുന്നത് വളരെ ദുഃഖമാണ് അല്ലെ? അമ്മ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ജീവിതത്തിൽ, ഒരു സ്ത്രീക്കാണെങ്കിലും ഒരു പുരുഷനാണെങ്കിലും വേണ്ട കാര്യങ്ങള്, ആ ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന, ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹം അമ്മയാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ അമ്മ നമ്മളെ എപ്പോഴാണോ പൊക്കിൾ കൊടി അറുത്ത് ഈ ഭൂമിയിലേക്ക് വന്നു, നമ്മൾ അമ്മയെ പിരിഞ്ഞു വന്നവരാണ് നമ്മൾ അമ്മയെ മറന്നുപോയി അല്ലെ? ആ അമ്മയെ പിരിഞ്ഞ്, പക്ഷെ നമ്മൾ ഒരു ഘട്ടത്തിൽ അമ്മയെ ഓർത്തു. കാരണം നമുക്ക് ദുഃഖങ്ങൾ വരണു, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് അറിയില്ല. അപ്പൊ ആ ഒരു അമ്മയെ പിരിഞ്ഞ കുഞ്ഞിന്റെ ദുഃഖമാണ് ശങ്കര ഭഗവത്പാദർ ഈ ഭവാനി അഷ്ടകത്തിലൂടെ പറയുന്നത്. അതാണ് ഭവാനി അഷ്ടകം എന്ന് നമുക്ക് പറയാം. കാരണം ഈ ഭവസമുദ്രത്തില് മനുഷ്യ ജന്മമെടുക്കാൻ കാരണം എന്താണ്? എന്ത് പാപം ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നത് അല്ലെ? ഈ മായ ലോകം എന്ന് പറയുന്നതാണ് ഈ പ്രപഞ്ചം. അപ്പൊ ഈ പാപത്തെ ഇല്ലാതാക്കി പുണ്യം സമ്പാദിക്കാൻ എന്ത് ചെയ്യണം? നമ്മളെല്ലാം എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ വന്നത്? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ നമ്മളെ എന്തെങ്കിലും കുറ്റം ചെയ്യുമ്പോഴാണല്ലോ നമ്മളെ ജയിലിൽ അടയ്ക്കുക അല്ലെ? നമ്മൾ ജയിലിൽ ഒരാളെ
എന്താ പറയാ, സെന്റൻസ് ടു ഡെത്ത് എന്നും ഇല്ലെങ്കിൽ കുറച്ച് 10 വർഷം കഠിന തടവെന്നൊക്കെ പറഞ്ഞ് എന്തിനാ, നമുക്ക് എന്തോ കുറ്റം ചെയ്തു, ആ കുറ്റം വിമുക്തമാക്കാൻ, അതിനെ റിപ്പന്റ് ചെയ്യാൻ, ആ കുറ്റം ഇനി ആവർത്തിക്കാതിരിക്കാൻ നമ്മളൊരു ജയിലിൽ അടയ്ക്കുന്ന ഒരാളിന്, അല്ലെ? അപ്പൊ അങ്ങനെ ജയിലിൽ അടയ്ക്കുമ്പം ആ 10 വർഷമോ 5 വർഷമോ കൊണ്ട് നമ്മുടെ മനസ്സിന് മാറ്റം വന്ന് ചെയ്തതിൽ പശ്ചാത്തപിച്ച് നമ്മൾ ഒരു വ്യക്തി പുറത്തു വരണം. അതുപോലെ എന്തുകൊണ്ടാണ് നമുക്ക് ഊർധ്വലോകങ്ങളിൽ ഇരിക്കേണ്ട ഒരു ജീവൻ വീണ്ടും മനുഷ്യ ജന്മമെടുത്ത് ഈ ഭൂമിയിൽ വരാൻ എന്താണ് കാരണം? ഉറപ്പായിട്ടും എന്തോ പാപം ചെയ്തു, പുണ്യത്തിന്റെ കുറവുണ്ട്, അല്ലെ? പുണ്യം ഉണ്ടെങ്കിൽ ഭൂമിയിൽ വരേണ്ട ആവശ്യമില്ല. പുണ്യം ഉണ്ടെങ്കിൽ ദേവന്മാരായിട്ട് ഊർധ്വലോകങ്ങളിൽ ജീവിക്കാം. ഗന്ധർവന് പല പല ലോകങ്ങളുണ്ടെന്ന് പറയണു, എന്തോ ആയിക്കോട്ടെ. പക്ഷെ പാപങ്ങൾ ചെയ്തത് കൊണ്ട് പുണ്യം സമ്പാദിക്കാനാണ് ഒരു ജീവൻ ഈ മനുഷ്യ രൂപമെടുത്ത പ്രപഞ്ചത്തിൽ. വേറെ എന്ത് രൂപമെടുത്താലും നമുക്ക് പുണ്യം ആർജിക്കാൻ പറ്റില്ല. അപ്പൊ ആ മനുഷ്യ ജന്മം എന്തിനു വേണ്ടിയിട്ടാണ്? പാപങ്ങൾ ചെയ്തത് കൊണ്ട് പുണ്യം സമ്പാദിക്കാനാണ് ഈശ്വരൻ നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്, അല്ലാതെ ഇവിടുത്തെ സുഖഭോഗങ്ങൾ അനുഭവിക്കാനല്ല. പാപത്തെ എങ്ങനെ ഇല്ലാതാക്കാം, എങ്ങനെ പുണ്യം സമ്പാദിക്കാം, ഇതിന് എന്ത് ചെയ്യണം, അതെല്ലാമാണ് ഭഗവത് പാദർ ഈ ശ്ലോകങ്ങളിൽ പറയുന്നത്. ആ ആശ്രയസ്ഥാനം നമുക്ക് ഇപ്പൊ ഇവിടെ മനസ്സിലായി. എന്താണ്? അനേക ജന്മത്തെ യാത്രയിൽ മനസ്സിലായി, അമ്മ മാത്രമാണ് എന്നെ എന്താ പറയാ തിരിച്ചറിയാൻ പറ്റുന്നത്. എനിക്ക് അമ്മയെ തിരിച്ചറിഞ്ഞു. കാരണം അമ്മയെ തിരിച്ചറിയാത്തതിൽ വന്ന വൈകല്യങ്ങൾ കൊണ്ടാണ് വീണ്ടും വീണ്ടും ജന്മത്തിലേക്ക് പോയത്. കാര്യസാധ്യത്തിനായിരുന്നു, ഭൗതികമായിട്ടുള്ള നിറവിന് വേണ്ടിയിട്ടായിരുന്നു പല ഈശ്വരാരാധന ഞാൻ ചെയ്തിരുന്നത്. പക്ഷെ ഈ ജന്മത്തിൽ എനിക്ക് മനസ്സിലാവണു, എനിക്ക് അമ്മയുണ്ട്, ഞാൻ അമ്മയെ തിരിച്ചറിഞ്ഞില്ല. അമ്മ ഒന്നും ചോദിക്കാതെ ഭുക്തിയും മുക്തിയും തരുന്നതാണ് എന്ന് മനസ്സിലായി, അല്ലെ? ആ മനസ്സിലായതിനു ശേഷം ഞാൻ ഇനി എന്ത് ചെയ്യണം എന്നാണ് അമ്മയോട് ചോദിക്കുന്നത്. അമ്മ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? എനിക്ക് ആശ്രയസ്ഥാനം അമ്മ മാത്രമാണ്, വേറെ ഒരു ഈശ്വരന്റെ കാര്യവും പറയുന്നില്ല. കാരണം അമ്മ മാത്രമാണ്, ഉറപ്പിച്ചു, ഏകമായിരിക്കുന്ന സത്യം അമ്മയാണ് എന്ന് മനസ്സിലായി, അല്ലെ? ആ ആശ്രയസ്ഥാനം അമ്മയാണെന്ന തിരിച്ചറിവില് ആ എഴുതിയിരിക്കുന്ന ശോകം, ആ ഭയങ്കര ദുഃഖത്തോടു കൂടിയാണ് ഇതിനകത്ത് ശങ്കര ഭഗവത് പാദർ എഴുതിയിരിക്കുന്നത്. ശങ്കരാചാര്യ സ്വാമികൾ നമുക്കറിയാം, സ്വന്തം മാതൃപഞ്ചകം എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം 16 വയസ്സിൽ ഇവിടം വിട്ടു പോയെങ്കിലും ആ അമ്മയുടെ അവസാന കർമ്മങ്ങൾ ചെയ്യാനും അമ്മ വിളിച്ചപ്പോ തിരിച്ചു വന്ന് കർമ്മങ്ങൾ ചെയ്ത ആളാണ് അദ്ദേഹം. അമ്മയുടെ പ്രാധാന്യം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അമ്മയും ആ ഒരു ഫിസിക്കൽ മദറിനെ ഉപേക്ഷിച്ച് പോയതല്ല, കേരളത്തിൽ നിന്ന് പോവേണ്ട വന്ന ഒരു സാഹചര്യം വന്നുകൊണ്ട് അദ്ദേഹം പോയി എന്ന് മാത്രം. പക്ഷെ അമ്മ എന്താണ്, ആ അമ്മയ്ക്ക് വേണ്ടി എന്ത് കർമ്മങ്ങൾ ചെയ്യണമെന്ന് അദ്ദേഹം സന്യാസിയായിട്ടും വന്ന മാതൃകർമ്മങ്ങൾ ചെയ്ത വ്യക്തിയാണ്. അപ്പോ എന്താണ് അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നത്? അമ്മ മാത്രമേ ഉള്ളൂ, അമ്മ മാത്രമാണ് എനിക്ക് സഹായം, എനിക്ക് വഴികാട്ടി. ആ തിരിച്ചറിവിൽ നിന്ന് വന്ന ആ ശോകമാണ് ഭവാനി അഷ്ടകത്തില് തെളിഞ്ഞു നിൽക്കുന്നത്. നമുക്ക് ഓരോ ശ്ലോകങ്ങൾ പഠിക്കുമ്പോഴും മനസ്സിലാവും ആ ദുഃഖം. കാരണം അമ്മയെ പിരിഞ്ഞു പോയി, എനിക്ക് വഴിയറിയാത്ത ഒരു കുഞ്ഞാണ്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് എന്താ പറയാ, വളർന്ന് ജനിക്കുമ്പോ മാത്രമല്ല, കുഞ്ഞിനെ സംബന്ധിച്ച് മരണം വരെയുള്ള ബന്ധം അമ്മയോട് മാത്രമാണ്. നമ്മളെല്ലാം സംബന്ധിച്ച് അങ്ങനെയാണ്. അതിനെയാണ് നമ്മൾ പൊക്കിൾക്കൊടി ബന്ധം എന്ന് പറയുന്നത്. ശരീരത്തിന്റെ ഉള്ളിൽ ഒരു ഭ്രൂണമായിട്ട് വളർന്ന് ശരീരഭാഗമായിട്ട് ജീവിച്ച ഒരു കുട്ടിയാണ്. ആ കുട്ടി ഒരു ദിവസം ഗർഭപാത്രത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തിലേക്ക് പൊക്കിൾക്കൊടി മുറിച്ച് എത്തിച്ചേരുകയാണ്. നമ്മൾ പൊക്കിൾക്കൊടി എന്ന് പറഞ്ഞാൽ എന്താ? കോസ്മിക് എനർജിയുമായിട്ട് കണക്റ്റഡ് ആണ് പൊക്കിള്. നമ്മുടെ മണിപൂരക ഭാഗം, നമ്മൾ അപ്പോഴും ഈശ്വരനുമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷെ എപ്പോഴും പൊക്കിൾക്കൊടി മുറിച്ചോ, ആ ഒരു ഗർഭപാത്രത്തിൽ നിന്ന് ഈ മായയാകുന്ന പ്രപഞ്ചത്തിലേക്ക് വന്നു ചേർന്ന കുഞ്ഞ് ഒറ്റപ്പെടുകയാണ്. കാരണം ഒറ്റയ്ക്കാണ്. ആദ്യം കുറച്ച് വർഷങ്ങൾ അമ്മയെ ചേർത്ത് പിടിക്കുന്നു, അത് കഴിയുമ്പോഴോ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കുന്നു, അല്ലെ? അപ്പൊ കുഞ്ഞിന് ഗർഭത്തിൽ അറിഞ്ഞ ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങൾ ആരുടെയാണ്? അമ്മയാണ്. സ്വന്തം അമ്മയുടെ ആണ്, അല്ലെ? വയറ്റിൽ കിടക്കുമ്പോൾ നമുക്ക് എല്ലാം അമ്മയുടെ ശബ്ദങ്ങൾ തിരിച്ചറിയാം, അമ്മയുടെ ഗന്ധം അറിയാം, സ്പർശം അറിയാം, അമ്മ കഴിക്കുന്ന ആഹാരങ്ങളുടെ രുചി അറിയാം. എല്ലാം ആ കുഞ്ഞു വയറ്റിൽ കിടന്ന് അറിയുന്നുണ്ട്. അപ്പൊ അത് ഒരിക്കലും അത് മരണം വരെ നമ്മളെ വിട്ടുപോകില്ല, ആ കുഞ്ഞിനെ അത് വിട്ടുപോവില്ല. ഇതുപോലെ തന്നെയാണ് നമ്മൾ ആ ജഗത് മാതാവിന്റെ, നമ്മൾ എവിടെയാ ആ ഒരു, നമ്മൾ എന്തിനാ വിശ്വയോനി എന്നൊക്കെ പറയുന്നത്? ഓരോ ജീവനും അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിലാണ്, അല്ലെ? അത് ഒരിക്കലും നമുക്ക് ആ ഒരു എന്താ പറയാ പൊക്കിൾക്കൊടി ബന്ധം എന്ന് പറയാൻ പറ്റില്ല, മുറിക്കാൻ പറ്റാത്ത ബന്ധമാണ് അമ്മയായിട്ടുള്ളത്. അത് നമ്മുടെ ആത്മാവിന്റെ അമ്മയാണ്, നമ്മുടെ ഇതിനകത്തിരിക്കുന്ന ജീവന്റെ അമ്മയാണ് ഈ നമ്മുടെ ജഗദംബിക. അത് ജീവന്റെ രൂപത്തിലിരുന്ന് നമ്മുടെ ഉള്ളിൽ എങ്ങനെയാ അമ്മ ഇരിക്കുന്നത്? ജീവന്റെ രൂപത്തിലിരുന്ന് ഈ ശരീരത്തെ സ്പന്ദിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ അമ്മയുടെ പേരാണ് ഭവാനി. നമ്മുടെ ഉള്ളിലെ സ്പന്ദമായിരിക്കുന്ന കുണ്ടലിനി ശക്തിയായിരിക്കുന്ന, ഏത് പോകുമ്പോഴാണോ ശരീരം നിർജീവമായി തീരുന്നത്,
ഏതുള്ളത് കൊണ്ടാണോ പ്രാണശക്തി പ്രവർത്തിക്കുന്നത്, ഈ പ്രപഞ്ചത്തിൽ നിന്ന് വായു നമ്മൾ സ്വീകരിക്കുന്നത്, ആ വായുവിനെ പല ഘടകങ്ങളായിട്ട് തിരിച്ച് ഓക്സിജനും കാർബൺ ഡയോക്സൈഡുമായിട്ട് പുറത്തുവിടുകയും അകത്ത് സ്വീകരിക്കുകയും ചെയ്യുന്നത്, ഭക്ഷണത്തെ വിഘടിപ്പിക്കുന്നത് എല്ലാം ആരുള്ളത് കൊണ്ടാ? അജ്ഞാതമായിട്ടൊരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ് അല്ലെ കുണ്ടലിനി, കുണ്ടത്തിൽ ഒളിഞ്ഞിരിക്കുന്നവൾ. ഈ അമ്മ നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ വിട്ടുപോയിട്ടില്ല. ഈ സത്യം നമ്മൾ അറിയുന്നില്ല. നമ്മൾ വിചാരിക്കുന്നു നമ്മള് അമ്മയിൽ നിന്ന് അകന്നുപോയി, അമ്മയിൽ നിന്ന് വിട്ടുപോയി. കാരണം ആത്മാവിന് നമ്മളെ എപ്പ ശരീരത്തെ വിടുന്നു, അപ്പം ഈ ശരീരം നിർജീവമായി തീരും. ഒരിക്കലും അമ്മയെ നമ്മളെ വിട്ടുപോകുന്നില്ല. അപ്പൊ നമ്മുടെ എന്താ പറയാ, ജന്മബന്ധു, ആത്മബന്ധു, നമ്മളെ കൈപിടിച്ച് നടത്തുന്ന അമ്മ ആരാ? ഈ പരാംബികയാണ് അല്ലെ, ഈ ജഗദംബികയാണ്, നമ്മുടെ ആത്മാവിന്റെ അമ്മ. അപ്പോ അത് ജീവന്റെ രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ അതാണ് നമ്മൾ ശരിക്കും ശ്രീവിദ്യ ഉപാസന എന്ന് പറയുന്ന കുണ്ടലിനി ശക്തിയായിരിക്കുന്ന അമ്മയ്ക്ക് നാമരൂപങ്ങളില്ലാതെ വെറും ഒരു എനർജി ഫോമില് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു. ആ അമ്മയുടെ പേരാണ് ഭവാനി. അപ്പൊ നമ്മുടെ എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ ഇറ്റേണൽ മദർ എന്നൊക്കെ പറയാം. നമ്മൾ ഫിസിക്കൽ മദർ എന്ന് പറയുന്നു, അത് കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മളെ വിട്ടുപോകണം. നമുക്ക് അത് നമ്മൾ ഭൂമിയിൽ വരാൻ ഒരു കാരണമായി. തീർച്ചയായിട്ടും മാതാപിതാ ഗുരു ദൈവം എല്ലാം ശരി തന്നെ. പക്ഷെ ആരുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ പ്രപഞ്ചത്തിൽ ഇരിക്കുന്നത്? നമ്മുടെ ഈ ഭവാനി, നമ്മുടെ ഈ അമ്മ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ആ അമ്മയെ, ഭവാനിയെ സ്തുതിക്കുന്ന ഭവസാഗരം കടന്നു പോകാൻ പറ്റും. അത്രയ്ക്ക് അർത്ഥവത്തായിരിക്കുന്ന ഒരു നാമമാണ് ഭവാനി. അപ്പോ ഈ ഭവാനി അഷ്ടകം, ഭവാനി എന്നാൽ ഭവ, മഹാദേവന്റെ, ഭവിക്കാൻ കാരണമായിരിക്കുന്നതിന്റെ അല്ലെ, കാരണം, കാര്യം. ശ്രീവിദ്യ ഉപാസനയിൽ നമ്മൾ എപ്പോഴും പറയും കാരണം എന്താണ്, കാര്യം എന്താണ്. കാരണം എന്താ? കാരണം ഒന്നും ചലിക്കാത്ത ബ്രഹ്മതത്വമായിരിക്കുന്ന പരശിവൻ, കാര്യങ്ങളായിരിക്കുന്ന നമ്മളെ ശ്രീചക്രം എന്ന് പറയുന്നത് എന്താ? ശ്രീചക്രം എങ്ങനെയാ വന്നത്? ഈ പ്രപഞ്ചമായി തീർന്ന ശ്രീചക്രം, നമ്മൾ ഓരോരുത്തരും ശ്രീചക്രത്തിന്റെ രൂപത്തിലിരിക്കുന്നു. അതിന് കാരണം ഭഗവാനാണ്, ശിവനാണ്. കാര്യമായിരിക്കുന്ന ആ കാര്യത്തെ ഉണ്ടാക്കുന്ന വിമർശ ശക്തിയാണ് ദേവിയായിരിക്കുന്ന ഭവാനി. ഈ ഭവത്തെ, ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്ന ശക്തി ഭവാനി. അപ്പോ എന്താണ് ഭവാനി എന്നാൽ? ആ മഹാദേവന്റെ പത്നിയായിട്ടിരിക്കുന്നവൾ. അപ്പോ ഭവസ്യ അയം, അതായത് ഭവൻ എന്ന മഹാദേവന്റെ സ്വന്തമായിട്ടിരിക്കുന്നവൾ ഭവാനി, മഹാദേവന്റെ ആത്മാവായിട്ടിരിക്കുന്നവൾ, മഹാദേവനെ ചലിപ്പിക്കുന്നവൾ, മഹാദേവനെ പ്രപഞ്ചമാക്കുന്നവൾ, മഹാദേവനെ പ്രപഞ്ചത്തെ വിമർശമാക്കി ആ ഒരു ദർപ്പണത്തിലെ കണ്ണാടിയിൽ താൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കുന്നവൾ, ശിവജ്ഞാനപ്രദായിനി. അല്ലെ, എന്ത് വേണമെങ്കിലും അമ്മയെ കുറിച്ച് പറയാം നമുക്ക്. അപ്പൊ ഭവാനി എന്നാല് ഈ ലോകത്തെ മുഴുവനും ഭവിപ്പിക്കുന്നവൾ, പ്രസവിത്രി, വിയതാദി ജഗത് പ്രസൂ, ലളിതാ സഹസ്രനാമത്തിലുണ്ട് അല്ലേ, ആകാശാദി പഞ്ചഭൂതങ്ങളെ സൃഷ്ടിക്കുന്നവൾ എന്നൊക്കെ നമുക്ക് 1000 നാമങ്ങളിൽ അമ്മയെ നമ്മൾ പുകഴ്ത്തുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഒറ്റ നാമം ഭവാനി എന്നുള്ള ഒരു നാമത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു ശങ്കര ഭഗവത് പാദർ. അദ്ദേഹം കൊടുക്കുന്നെങ്കിൽ അതിന് കാരണം ഉണ്ടാവും അല്ലെ. ഈ ലോകങ്ങളെ മുഴുവനും സൃഷ്ടിച്ച് പോഷിപ്പിച്ച് പരിപാലിച്ച് തന്നില് ലയിപ്പിക്കുന്നവൾ, ആ ലയിപ്പിക്കുന്നവൻ എന്ന് പറയാം, അത് മഹാദേവനാണ് ഇല്ലേ. അദ്ദേഹമാണ് ഇതിന്റെ പുറകില്, കർട്ടന്റെ പുറകിലിരിക്കുന്ന ആൾ അദ്ദേഹമാണ്. പക്ഷെ അദ്ദേഹം മുന്നിലോട്ട് വന്നൊന്നും ചെയ്യുന്നില്ല. പഞ്ചകൃത്യങ്ങളും തന്റെ ഭാര്യയായിരിക്കുന്ന, തന്റെ എന്താ ആത്മാവായിരിക്കുന്ന ലളിതാ മഹാത്രിപുര സുന്ദരി, പ്രപഞ്ച രൂപത്തിലിരിക്കുന്ന പ്രകൃതിയായിരിക്കുന്ന ഈ അമ്മയെ കൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ ഇത് സൃഷ്ടി, സ്ഥിതി, പരിപാലനം, തിരോധാനം, അനുഗ്രഹം എല്ലാം ആരാ ചെയ്യുന്നത്? നമ്മൾ നോക്കുമ്പോ ഈ ഭവാനിയാണ്, അമ്മയാണ് അല്ലെ. മഹാദേവൻ എന്ന് പറയുന്ന ശക്തിയാണ്. ആ ശക്തിയെ, അതിൽ നിന്ന് ഊർജത്തെ സംഭരിച്ചുകൊണ്ട് ദേവി ഈ പ്രപഞ്ച നാടകം നടത്തിക്കൊണ്ടേയിരിക്കുന്നു അല്ലെ. അപ്പോ ആ പഞ്ചകൃത്യങ്ങളും ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ അമ്മയാണ്. അപ്പോ ആ നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവനാരാണ്? ഭവനാണ്. നമുക്ക് അനുഗ്രഹം തരുന്ന ആരാ? നമ്മളിപ്പോ ശ്രീവിദ്യയിലെ 4 തത്വങ്ങൾ ശുദ്ധ തത്വമാണെന്ന് പറയും ഇല്ലേ. ആ 21 അശുദ്ധ തത്വങ്ങളും 4 ശിവതത്വങ്ങളും, നമ്മുടെ ശിരസിലിരിക്കുന്ന, സഹസ്രാരത്തിലിരിക്കുന്ന 4 ശിവതത്വങ്ങളായിരിക്കുന്ന ശുദ്ധവിദ്യ, ഈശ്വരൻ, ശുദ്ധവിദ്യ, ശിവൻ, ശക്തി, ഇത് 4 എണ്ണമാണ് നമ്മുടെ സഹസ്രാരത്തിലെ ശിവ ത്രികോണങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. അതിൽ അനുഗ്രഹമായിട്ടിരിക്കുന്ന ആളാണ് ഭവൻ.
അനുഗ്രഹം ഈശ്വരന്റെ ജോലിയാണ് അല്ലെ. പഞ്ചബ്രഹ്മത്തിലിരിക്കുന്ന ഭഗവാനില് ഈശ്വരൻ എന്നുള്ളത്, അത് കഴിഞ്ഞിട്ട് തിരോധാനം മുതല് ഭഗവാന്റെ ശുദ്ധവിദ്യയിൽ പെടും. അപ്പോ ഈ അനുഗ്രഹം കൊടുക്കുന്ന ആരാ? സദാശിവൻ. ആ സദാശിവന്റെ പേരാണ് ഭവൻ. അപ്പൊ ഭവന്റെ സ്ത്രീലിംഗം ഭവാനി. ഈ കാണുന്ന ജഗത്തിന്റെ സൃഷ്ടിക്ക് കാരണമായവൾ ദേവി പരാശക്തി, അമ്മ. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ അമ്മയെ വിളിക്കണം. കാരണം നമ്മുടെ എല്ലാവരും അവിടുന്ന് വന്നവരാണ്. അപ്പൊ ലോകത്തെ പോഷിപ്പിച്ച് രക്ഷിക്കുന്നവൾ ജഗദംബിക. ഈ അമ്മയോടാണ് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത് എന്താണ്? ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. എന്താ അങ്ങനെ പറയാൻ കാരണം? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം അല്ലെ. ഈ അമ്മയോട് അപ്പൊ നമ്മൾ ഇത് ഗതി അറിയാത്തവരാണ് അല്ലെ, ശരണാഗതി ചെയ്യാത്തവരാണ്. ഒരു സമയം നമുക്ക് ഗതി ഉണ്ടോന്ന് അറിഞ്ഞപ്പോഴാണല്ലോ പറയുന്നത്. ശരിക്കും നമ്മൾ ഇത്രയും കാലം മറന്നുപോയി. അനേക ജന്മങ്ങളിൽ മറന്നതിന്റെ ഫലമാണ് വീണ്ടും വീണ്ടും ഈ സംസാര ചക്രത്തിൽ നമ്മൾ ഉഴലുന്നത് അല്ലേ. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇപ്പൊ നമ്മൾ കരയുകയാണ്. അദ്ദേഹം കരയുകയാണ്, അമ്മയോട് പറയുകയാണ്. ഈ ശങ്കരാചാര്യ സ്വാമികളെന്ന് എടുക്കല്, നമ്മൾ ഓരോരുത്തരും അവിടെ കാണണം. ഈ 8 ശ്ലോകങ്ങളും നമ്മളായിരിക്കണം, നമ്മുടെ ഉള്ളിലെ നമ്മുടെ ആത്മാവിന്റെ കരച്ചിലായിരിക്കണം അത്. അമ്മയോട് പറയണം, അമ്മ ഗതിസ്ത്വം ഗതിസ്ത്വം ത്വേകാ ഭവാനി, ഗതിഹീത്വം ഗതിഹീത്വം ത്വമേകാ ഭവാനി. അമ്മ, എനിക്ക് നീ മാത്രമാണ് എനിക്ക് ആശ്രയം. ഈ ഗതി എനിക്ക് എന്താ പറയുക, ഗതി എന്ന് പറഞ്ഞ വഴി, എനിക്ക് എത്തിച്ചേരേണ്ട വഴി ഞാനിത് തിരിച്ചറിയുന്നു അമ്മ. ആ എന്താ പറയാ, ഗതി ഹി ത്വം, അവിടുന്നല്ലാതെ എനിക്ക് വേറെ ഗതിയില്ല. നമ്മളെല്ലാം പരീക്ഷിച്ചറിഞ്ഞു, ഇനി നമുക്ക് വേറെ ഒന്നുമില്ല. ശരണാഗതം, ശരിക്കും പറഞ്ഞ ശരണാഗതിയുടെ ഏറ്റവും അവസാനത്തെ വാക്കാണ്. ആ കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ്, ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേക ഭവാനി. നീ മാത്രമാണ് എനിക്ക് ആശ്രയം ഭവാനി. അവിടുന്ന് മാത്രമാണ് എന്റെ ഗതി, എന്റെ ആലംബനം, എന്റെ ശരണം. അല്ലയോ അമ്മേ, അമ്മ മാത്രമാണ്, നീ മാത്രമാണ്, നീ മാത്രാണെന്ന് വീണ്ടും വീണ്ടും 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? നമ്മള് ആദി ഭൗതിക, ആദി ദൈവിക, ആധ്യാത്മിക ദുഃഖങ്ങൾ അല്ലെ, താപത്രയങ്ങളിൽ വലഞ്ഞ ഒരു ജീവന്റെ ആ ഒരു പെടച്ചിലാണ്. 3 പ്രാവശ്യം പറയുക, ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. അമ്മ, അമ്മയല്ലാതെ ആരും ഇല്ല അമ്മ. അപ്പോ നീ മാത്രമാണ്. ഇതൊരു ഏകാന്ത ഭക്തിയായിട്ട് നമ്മൾ കാണണം. കാരണം ഞാൻ മാത്രം, എന്റെ അമ്മയും അല്ലെ. അപ്പോ ശരണാഗതി പ്രകടിപ്പിച്ചുകൊണ്ട് ആ പാദപത്മങ്ങളിൽ ശരണാഗതി ചെയ്യുകയാണ് ശങ്കരാചാര്യ സ്വാമികൾ ഇവിടെ. അപ്പൊ ദേവി ഭവാനി കാണുന്ന പ്രപഞ്ചത്തിന്റെ പരമ കാരണ വസ്തു തന്നെയാണ് അല്ലെ. കാര്യവും കാരണവും അവിടെ വേറെയല്ല. പരമ കാരണം, കാരണത്തിൽ നിന്നാണ് കാര്യങ്ങളെല്ലാം വരുന്നത് അല്ലെ. അവ്യക്തമായിരിക്കുന്ന ഈ ഒരു പ്രപഞ്ചം എവിടെ നിന്നാണോ വരുന്നത്, ആ ബിന്ദുവില് നാദമായിട്ടും എന്താ പറയാ ശിവനായിട്ടും ഇരിക്കുന്നത് ഈ ഒരു അമ്മ തന്നെയാണ്. ആ ശിവന്റെ നാദസ്വരൂപിണിയായിരിക്കണം. അമ്മയുടെ നാദത്തിലൂടെ ഈ പ്രപഞ്ചം അല്ലെ, വാക്കുകളിലൂടെ, ശബ്ദങ്ങളിലൂടെ, പരാപശ്യന്തി മധ്യമയിലൂടെ പ്രപഞ്ചം രൂപീകൃതമായിരിക്കണം. അപ്പൊ എന്താണ്, അമ്മ മാത്രമാണ് എന്നുള്ളത് ഇനി നമുക്ക് വേറെ സംശയമില്ലാത്ത രീതിയിൽ തെളിഞ്ഞു കഴിഞ്ഞു അല്ലെ. അതുകൊണ്ട് പറയണു, അമ്മ ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ കാരണവസ്തു അമ്മയാണ്. അത് ശരിക്കും പറഞ്ഞാൽ സത്യം പരം ധീമഹി. ഈ ഭാഗവതത്തിൽ പറയില്ലേ, ആ ജന്മാദ്യസ്യത എന്ന് പറയുന്ന ആദ്യം പറയുന്ന അതേ വാചകത്തില് സത്യം പരം ധീമഹി, അതേ വാക്ക് തന്നെയാണ് ഇത് പറയുന്നത് ദേവിയെ കുറിച്ച്. കാരണം ഗതിസ്ത്വം ഇവിടെ പറയണത് ഇതല്ലാതെ വേറൊന്നുമില്ല, ബ്രഹ്മമല്ലാതെ വേറൊന്നുമില്ല, അമ്മയല്ലാതെ ഇവിടെ വേറൊന്നുമില്ല. ആ പരമമായ സത്യത്തെ ഞങ്ങൾ ധ്യാനിക്കണു, അനുസന്ധാനം ചെയ്യണു. ഇതാണ് ഇവിടെ പറയുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ ആധാരമായിരിക്കുന്ന ഭവാനിയെ പ്രാപിക്കുന്നതോടുകൂടി നമ്മുടെ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും ഇല്ലാതായി തീരുകയാണ് അല്ലെ. എന്തറിഞ്ഞാലാണോ ഈ പ്രപഞ്ചത്തില് അറിയേണ്ടുന്നതെല്ലാം അറിഞ്ഞത്, നമ്മുടെ ഉള്ളില് പൂർണ്ണ അറിവായിരിക്കണം. അതുകൊണ്ടാണ് പൂർണ്ണമത പൂർണ്ണമിതം എന്ന് പറയാൻ കാരണം. ആ പൂർണ്ണമായിരിക്കുന്ന അറിവായിരിക്കുന്ന ജീവനെ നമ്മൾ അറിയുന്നില്ല. അതാരാ? ഈ അമ്മയാണ്. നമുക്കിതൊന്നും പുറമേ നിന്ന് ഒരു അറിവും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പൂർണ്ണ അറിവ് അതൊരു തിരസ്കരണിയിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ നമ്മൾ മറന്നു പോകുന്നെങ്കിലും അവിടെ തന്നെ ഉണ്ട് എന്ന് പറയാൻ കാരണം, ഈ പൂർണ്ണ തത്വം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഭവാനിയെ അറിയുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഡ്യുവാലിറ്റിയില് അമ്മയിൽ നിന്ന് വ്യത്യസ്തരാണ്. നമ്മൾ അമ്മയല്ല, ഞാൻ വേറെ അമ്മ വേറെ എന്നുള്ള ഭാവത്തില് നമുക്ക് ഈ ഭാവാബ്ദിയിൽ വീണ് നമുക്ക് സുഖദുഃഖങ്ങൾ വരണു. നമുക്ക് എന്താ പറയാ, നമ്മള് എന്താ പറയാ, എന്തോ സഫർ ചെയ്യണു, ഇവിടെ നിന്ന് എനിക്ക് പോണം, എനിക്ക് മുക്തി വേണം എന്നൊക്കെ തോന്നാൻ കാരണം എന്താ? നമ്മൾ അമ്മയല്ല.
ഞാൻ പരിമിതമായിരിക്കുന്ന ഒരു ബോധമാണ്, ഞാൻ ശരീരമാണ്, ശരീരവുമായിട്ടുള്ള ബന്ധപ്പെട്ട വസ്തുക്കളില് ആശ്രയം വെച്ച് പാശം വെച്ച് നമ്മൾ ഒരു ലിമിറ്റഡ് ആണെന്നുള്ള നമ്മുടെ അനേക ജന്മമായിട്ട് നമ്മളെ കെട്ടിയിടുന്ന ആ ബോധം കൊണ്ടാണ് നമുക്ക് ദേവിയിൽ നിന്ന് നമ്മൾ വേറെയാണ് എന്ന് തോന്നാൻ കാരണം. അപ്പൊ നമ്മുടെ ഈ ദുരിതങ്ങളും നമ്മുടെ ദുഃഖങ്ങളും അവസാനിക്കണമെങ്കിൽ എന്ത് വേണം? ഭവാനിയെ അറിഞ്ഞ് ഭവാനിയായിട്ട് തീരണം. ഈ ഭവാനി എവിടെയാ ഇരിക്കുന്നത്? നമ്മുടെ ഉള്ളിലായിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതാണ് ചെയ്യുന്നത്. ഈ 8 ശ്ലോകം പഠിക്കുമ്പോൾ നമ്മളെ ഭവാനിയായി തീരണം. ഭവാനി വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ ശക്തിയാണെന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പൊ ഭവാനി ജ്ഞാനം നമ്മളെ എന്താക്കി തീർക്കും? ഭവാനിയായിട്ട് തീരും. ഭവാനിയുമായിട്ട് അഭേദമാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭവാനി വേറെ ആരുടെയോ അല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ ദേവി നമ്മുടെ സ്വന്തമാണ്. അപ്പൊ ആ ഭേദാവസ്ഥ, ആ ഭേദമില്ലായ്മയിലേക്ക് നമ്മളെ കൊണ്ട്, നമുക്ക് ഭേദബുദ്ധി ഉള്ളത് കൊണ്ടാണ് എല്ലാം രണ്ടായിട്ട് തോന്നുന്നത്, അല്ലെ? അപ്പൊ ആ ഭേദത്തെ മാറ്റിക്കൊണ്ട് ആ ഭവാനി ജ്ഞാനം നമ്മളെ ഭവാനിയാക്കി തീർക്കണു. സൗന്ദര്യ ലഹരിയില് 22ാമത്തെ ശ്ലോകം വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ശ്ലോകമാണ്. കാരണം ഈ ഭവാനി എന്നുള്ള വാക്കിന്റെ ഇമ്പോർട്ടൻസ് അവിടെ നന്നായിട്ട് പറയുന്നുണ്ട്. എന്താണ് ഭഗവത് പാദര് പറയുന്നത്? ഭവാനിത്വം ദാസേമയി വിതര ദൃഷ്ടിം സകരുണ നിധി സ്തോന്തും വാഞ്ചൻ കഥയതി ഭവാനിത്വം ഇതി യ തദേവത്വം തസ്മൈ ദിശസി നിജ സായുജ്യ പദവീം മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുട നീരാജിത പദാം. വളരെ വളരെ ഭംഗിയുള്ള ഒരു ശ്ലോകമാണ്. ഈ ഭവാനി എന്നുള്ള വാക്കിന്റെ പൂർണ്ണ അർത്ഥമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആരാണ് ഈ അമ്മ? ഈ അമ്മയുടെ മനസ്സെന്ത്? ഭവാനി അവിടെ പറയാണ്, ഭവാനി അല്ലയോ ദേവി ത്വം എന്ന് പറയണം. അവിടുന്ന് ദാസനായിരിക്കുന്ന എന്നിൽ. നമുക്ക് എപ്പോഴും അതാണ് ഇഷ്ടം. അമ്മ ഒരു വലിയ സിംഹാസനത്തിൽ ഇരിക്കണം, ഞാൻ ദാസൻ, ഇല്ലേ? അപ്പൊ അമ്മയോട് പറയുന്നത് എന്താ? സ കരുണാം ദൃഷ്ടിയും വിതര, കരുണാപൂർണമായിരിക്കുന്ന ദൃഷ്ടിയെ എന്റെ നേരെ വിതരണം ചെയ്താലും, എന്നെ നോക്കിയാലും പ്രസരിപ്പിച്ചാലും, എന്റെ നേരെ ഒന്ന് നോക്കൂ അമ്മേ, ഒരു കടാക്ഷം തരൂ എന്ന് സ്തുതിക്കാൻ ആഗ്രഹിച്ചു കൊണ്ട് ഞാൻ എന്താ പറയാൻ പോണ? അമ്മയുടെ മുമ്പിൽ ചെന്ന് ഭവാനി ത്വം എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോ എന്ത് ചെയ്തു? ബാക്കി പറഞ്ഞില്ല. ദാസേമായി വിതര ദൃഷ്ടി എന്നൊന്നും പറഞ്ഞില്ല, സ കരുണ എന്നും പറഞ്ഞില്ല. പറയാൻ തുടങ്ങിയുള്ളൂ. ഇത്രയും മാത്രമേ പറഞ്ഞുള്ളൂ, ഭവാനി ത്വം. ഇത്രയും മാത്രമേ അമ്മ കേട്ടുള്ളൂ. അപ്പോഴേക്കും അമ്മ എന്താ പറഞ്ഞു മുഴുവിപ്പിക്കാൻ നമ്മളെ സമ്മതിക്കാതെ എന്താ അമ്മ ചെയ്തത്? തദൈവ ഏവ, അപ്പോൾ തന്നെ അമ്മ എന്ത് ചെയ്തു? ത്വം തസ്മൈ ദിശസി, അപ്പോൾ തന്നെ കൊടുത്തു. ചോദിക്കുന്നതിന് മുമ്പേ കൊടുക്കും, അല്ലേ? അങ്ങോട്ട് ചെന്ന് പറഞ്ഞില്ല. കാരണം ഒരു കുഞ്ഞു ചെന്ന് അമ്മയുടെ അടുത്ത്, അമ്മയ്ക്ക് ഓടി വരുമ്പോ അറിയാം എന്താ അവര് ചോദിക്കാൻ പോണെന്ന്, അല്ലേ? വിശക്കുമ്പോ ആഹാരമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളിപ്പാട്ടം ഒളിച്ചു വെച്ചതാണോ അമ്മയ്ക്കറിയാം. വന്ന് ചോദിക്കുമ്പോ തന്നെ ആ തരാം എന്ന് പറയണം. അതുപോലെ ഈ അമ്മ ഈ ചരാചരങ്ങളുടെ ഈ അനേക കോടി ബ്രഹ്മാണ്ട ജനനിയായിരിക്കുന്ന അമ്മ നിസ്സാരമായിരിക്കുന്ന ഈ കുഞ്ഞു ചെന്ന് ചോദിക്കുന്നു ഭവാനിത്വം എന്ന് പറഞ്ഞപ്പോ ഉടനെ എന്താ? തസ്മൈ ദിശസി, അപ്പൊ തന്നെ അത് കൊടുത്തു. എന്താണ്? നിജ സായുജ്യ പദവിയും. വേറൊന്നും അല്ല കൊടുത്തത്. ചെറിയ ചെറിയ സാധനങ്ങളല്ല, വീടോ കാറോ അല്ലെ കുറച്ച് പണമോ ഒന്നും അല്ല കൊടുത്തത്. തന്റെ സായുജ്യ പദവിയെ കൊടുക്കുക. കാരണം അമ്മ വിചാരിച്ചു ചോദിച്ചത് അതാണെന്ന്, ഇല്ലേ? ഭവാനിത്വം, എനിക്ക് ഭവാനി ആവണം എന്നാണ് കുഞ്ഞു പറഞ്ഞെന്നാണ് അമ്മയുടെ വിചാരം. നമ്മൾ പറയാൻ പോയത് എന്താ? ദാസേ, എന്താ പറയാ, ഞാൻ ദാസനാണ്, ഞാൻ താഴെയുള്ള ആളാണ്. സ കരുണ നിധി സ്തോതും, എന്നെ ഒന്ന് നോക്കണേ എന്ന് പറയാൻ ചെന്ന എനിക്ക് എന്താ തരുന്നത്? നിജ സായുജ്യ പദവി. നിനക്ക് ഞാനാകണോ? ഓക്കെ, ശരി, എന്താ നോക്കൂ, ആ അമ്മ ആരാണ്? തന്റെ സ്വരൂപത്തെ കൊടുക്കുന്നു. തന്റെ ആ സായുജ്യ പദവി ആ കുട്ടിക്ക്, ആ ചോദിക്കുന്ന ഭക്തന് കൊടുക്കുന്നു. ആ സായുജ്യ പദവി എന്താ? സായുജ്യ പദവി നമ്മള് സാലോക്യം, സാമീപ്യം, എന്താ പറയുക, സാരൂപ്യം, ഇതെല്ലാം കഴിഞ്ഞ് അവസാനം കൈവല്യത്തിന് തൊട്ട് മുമ്പുള്ള പദമാണ് സായുജ്യം, അല്ലെ? നമ്മളെ നിർവികൽപ്പ സമാധിയിലൊക്കെ അനുഭവിക്കുന്ന ആ സായുജ്യ സുഖം. അമ്മ ഒന്നും ചോദിക്കുന്നില്ല അതിന്. ഒരു കുട്ടിയുടെ സ്നേഹം മാത്രം നോക്കിയിട്ട് അമ്മ പറയുന്നത് നിജ സായുജ്യം. ഞാൻ തരാം, എന്റെ പദവിയാണോ നിനക്ക് വേണ്ടത്? ഓക്കെ, എടുത്തോളൂ. ഇതാണ് അമ്മ, അല്ലേ? ആ സായുജ്യ പദവി. ആ സായുജ്യ പദവി എന്താ? ഈ പ്രപഞ്ചത്തിലെ മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുട മകുട നീരാജിത പദാം. മുകുന്ദനും ഇന്ദ്രനും ബ്രഹ്മാവും എല്ലാം കിരീടങ്ങളോട് കൂടി വന്ന് നമസ്കരിക്കുന്ന പാദകമലങ്ങൾ, അല്ലെ? ഈ പ്രപഞ്ചത്തിന്റെ നിയന്താവായിട്ടിരിക്കുന്ന ശിവൻ ഉൾപ്പെടെ വന്ന് നമസ്കരിക്കുന്നു. രുദ്രൻ ഉൾപ്പെടെ വന്ന് ഭഗവതിയുടെ ഈ അമ്മയുടെ കാലിൽ നമസ്കരിക്കുകയാണ്, ഇല്ലേ? നമുക്കറിയാം അമ്മയുടെ മഞ്ചം ആരാണ്? ബ്രഹ്മ, വിഷ്ണു, രുദ്ര, ഈശ്വര, സദാശിവ മഞ്ചത്തിലിരിക്കുന്ന അമ്മയുടെ കാലില് ഈ പ്രപഞ്ചത്തിലെ എല്ലാ എന്താ പറയാ അഷ്ടദിക് പാലകരുൾപ്പെടെ വന്ന് നമസ്കരിക്കുന്ന ആ കാലുകള്.
അല്ലെ? ആ കിരീടങ്ങളോട് കൂടി വന്ന് നമസ്കരിക്കുന്നു എന്നാ പറയുന്നത്. ഈ പാദകമലങ്ങളാണ് തന്റെ ഭക്തന് ദേവി കൊടുക്കുന്നത്. അപ്പൊ എന്താണ് അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഭക്തൻ എന്ത് കിട്ടി? ഭക്തൻ ചുമ്മാ ചെന്ന് ചോദിച്ചാണില്ലേ, വെറുതെ ഒന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞാണ്. പക്ഷെ കിട്ടിയതോ ദേവിയായിട്ട് മാറുകയാണ്. ഇത് എല്ലാവരും വന്ന് നമസ്കരിക്കുന്ന പാദങ്ങള്, ആ പദവി നമുക്ക് കിട്ടിയാൽ നമ്മൾ ആരാവും? നമ്മൾ ഭഗവതിയായിട്ട് മാറുമില്ലേ? അപ്പൊ ഈ പറയുന്ന ബ്രഹ്മ വിഷ്ണു രുദ്രന്മാരൊക്കെ ആരുടെ കാലിലാണ് നമസ്കരിക്കുന്നത്? നമ്മുടെ കാലിൽ. ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അല്ലെ? ആ പദവി ദേവി കൊടുക്കും. എന്താ ഇതിന്റെ അർത്ഥം? നമുക്കിപ്പോ ആ പദവി പൊസിഷൻ ഒന്നും അല്ല, അമ്മയുടെ സ്നേഹം, ആ കരുണ. കാരണം നമ്മുടെ യോഗ്യത, നമ്മളെ ഒരു ചെറിയ ഭക്തന് ഒരു എന്താ പറയാ നിഷ്കളങ്കമായിട്ടുള്ള അമ്മയെ വിളിച്ചപ്പോ അമ്മ ആ പദവിയെ കൊടുത്ത് അനുഗ്രഹിച്ചു. ദേവകൾ നമസ്കരിക്കുന്ന സ്വന്തം പദവിയിലേക്ക് ഭവാനിത്വം ആ ഒരു എന്ന് പറയാൻ തുടങ്ങുന്ന ഭക്തനെ ദേവി തന്റെ പദവിയിലേക്ക് ഉയർത്തുന്നു. സായുജ്യ പദവി കൊടുക്കാൻ കാരണം എന്താ? ഭവാനിത്വം എന്ന വാക്കിന്റെ അർത്ഥം അമ്മ എടുത്തത് വേറെ രീതിയിലാണ്. നമ്മൾ പറഞ്ഞത് വേറെ രീതി, നമ്മൾ പറഞ്ഞത് ദാസന്റെ ഭാവത്തില്. എന്നെ ഒന്ന് നോക്കണേ. അവിടെ എന്തെങ്കിലും വേറെ ആഗ്രഹമുണ്ടോ നമുക്കറിയില്ല. ഓരോ ഭക്തനും ഓരോ ആഗ്രഹങ്ങളാണില്ലേ? ഭൗതിക ആഗ്രഹങ്ങളാണോ, അമ്മയെ വേണമെന്നുള്ള ആഗ്രഹമാണോ, അതൊന്നും അറിയില്ല. പക്ഷെ ചോദിച്ചത് ഇത്രയും മാത്രമേ ഉള്ളൂ, ഭവാനിത്വം. അമ്മ അത്രയും കേട്ടാ മതി അമ്മയ്ക്ക്. അമ്മ വിചാരിച്ചു ഞാനായിട്ട് തീരണം, എന്റെ കുഞ്ഞിന് തിരിച്ച് എന്റെ അടുത്ത് വരണമെന്ന് വിചാരിച്ചു. അമ്മ തെറ്റിദ്ധരിച്ചു അല്ലെ? അമ്മയുടെ ആ ധാരണ കൊണ്ട് നമുക്ക് എന്ത് കിട്ടി? സായുജ്യ പദവി. അല്ലയോ ഭവാനി, ആ ദാസനായ എന്നില് കരുണാപൂർണമായിട്ടുള്ള ദൃഷ്ടി പതിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ നമുക്ക് എന്താ ദേവി തന്നത്? സംബോധനയായിട്ടല്ല അമ്മ കണ്ടത്, അമ്മയെ വിളിച്ചതായിട്ടല്ല, ഭവാനി ത്വം എന്ന ഒരു ഒറ്റ വാക്കായിട്ട് അമ്മ എടുത്തു. അതാണ് അമ്മ. കാരണം നമ്മൾ ഒരു കുഞ്ഞ് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മളിപ്പോ രണ്ട് സാധനങ്ങൾ ചിലപ്പോൾ വാങ്ങിച്ചു വെക്കും, അതിൽ ഒന്നേ ആദ്യം കൊടുക്കുള്ളൂ. പക്ഷെ സ്നേഹത്തോടെ വന്ന് നമ്മുടെ അടുത്ത് നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? മറ്റേതും കൂടെ എടുത്തു കൊടുക്കും. ഇതാണ് അമ്മ. കാരണം അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹം അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ അമ്മ. കാരണം പാവ അമ്മ എന്താ ചെയ്തത്? ആ ഭാവമായിരിക്കുന്ന ഭവാനിത്വം. എന്താ ഭവാനിത്വം? പുരുഷത്വം, സ്ത്രീത്വം, മനുഷ്യത്വം എന്നൊക്കെ പറയും പോലെ ഭവാനിയുടെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അമ്മയുടെ ആ ഭാവം, ആ പൊസിഷൻ, അതായത് അമ്മയിൽ ലയിച്ചു ചേർന്നു എന്നർത്ഥം. സായുജ്യ പദവിയെ കൊടുത്തു. ആ ഭാവമാണ് ഭവാനിത്വം. അപ്പൊ ഞാൻ ഭവാനിയുടെ ഭാവത്തെ പ്രാപിക്കണമെന്നാണ് പറഞ്ഞത് എന്ന് എടുത്തിട്ടാണ് അമ്മ അങ്ങനെ തന്നത്, തന്റെ ഭക്തനെ അനുഗ്രഹിക്കുന്നത്. അപ്പൊ ഈ അമ്മയെ നമ്മൾ എന്താ പറയാ? ഭവതു എന്നാൽ ഭവിക്കട്ടെ എന്ന് നമുക്ക് എടുക്കാം. ഭവാനി ഭവാനി എന്ന് പറയുമ്പോൾ തന്നെ ഭവിക്കട്ടെ ഭവിക്കട്ടെ എന്നൊരു അർത്ഥമുണ്ട്. നമ്മൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെല്ലുമ്പോൾ അമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ടും കിട്ടുന്ന പറയണത്. ഞാൻ ഭവിക്കട്ടെ, മേ ഐ ബിക്കം, അല്ലെ? മേ ഐ ബിക്കം ത്വം, അതായത് യുവർ സെൽഫ് എന്നൊക്കെ പറയില്ലേ? അതുപോലെ ദേവി എടുത്തത് എന്താ? ഞാൻ അമ്മയായിട്ട് തീരട്ടെ എന്നാണ് എന്റെ ഭക്തൻ ചോദിക്കുന്നതെന്നാണ്. അപ്പൊ ദേവി ഉടനെ തന്നെ ആ നിജ സായുജ്യ പദവിയെ കൊടുത്ത് അനുഗ്രഹിക്കണു. തന്റെ മക്കൾ എന്ത് ചോദിച്ചാലും കൊടുക്കുന്ന ഒരു സാധാരണ അമ്മ അവിടെ ജഗദംബിക ആരായിട്ട് തീർന്നു അല്ലെ? ഈ 84 കോടി യോനികളിൽ കൂടെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന അനേക കോടി ബ്രഹ്മാണ്ട ജനനി, അനേക എന്താ പറയാ നാമരൂപങ്ങളെ സൃഷ്ടിച്ച അമ്മയുടെ അമ്മയാണ്, ജഗദംബികയാണ്, വരാംബികയാണ് ഇല്ലേ? ആ അമ്മ നിസാരനായിരിക്കണം ഞാൻ ചോദിച്ചപ്പോ എന്താ തന്നത്? ഒരു മകളോ മകനോ ഭക്തിയോടുകൂടി വന്ന് ചോദിച്ചപ്പോ ഒരു സാധാരണ അമ്മയെ പോലെ, നമ്മളെയൊക്കെ പോലെ നമ്മുടെ കുട്ടികൾ വന്ന് ചോദിക്കുമ്പോ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അവര് ചോദിച്ചിട്ട് പോകുമ്പോ നമുക്ക് വിഷമാണ് കൊടുത്തില്ലെങ്കിൽ ഇല്ലേ? എന്തെങ്കിലും മാറ്റി വെച്ചു അവര് രണ്ടാമത് വിളിച്ചിട്ട് പറയുന്ന ഇതുകൂടെ കൊണ്ടുപോയിക്കോളൂ. ഇതാണ് ഒരമ്മ. അപ്പോ ഈ അമ്മ എന്ത് ചെയ്തു? ഒരു സാധാരണ അമ്മയായിട്ട് അമ്മ ജഗദംബിക മാറി. ഇനി എനിക്ക് എന്താ വേണ്ടേ? ശങ്കരാചാര്യ സ്വാമികൾ ചോദിക്കുകയാണ്, ഞാനിത് ചോദിക്കുന്നതിന് മുമ്പേ അമ്മ തന്നില്ലേ? ശരിക്കും ഇതെന്താ? ഇത് തത്വമസി മഹാവാക്യത്തിന്റെ അർത്ഥാണത്. ഭവാനി ത്വം എന്ന് പറയുന്നത് എന്താ? ഞാൻ തന്നെ നീ, നീ തന്നെ ഞാൻ, അല്ലെ? നമ്മൾ ഒന്നാണ് എന്ന് അറിഞ്ഞ ഭക്തൻ, ആ ഭക്തനാണ് ഇത് ചോദിക്കുന്നത് അല്ലെ? അപ്പൊ ഉടൻ തന്നെ സായുജ്യ പദവിയെ കൊടുത്ത് അനുഗ്രഹിച്ചു. അങ്ങനെ ദേവന്മാര് പോലും നമസ്കരിക്കുന്ന യോഗ്യത ആ ഭക്തന് കൈവന്നു എന്നർത്ഥം. അപ്പൊ ഭവാനിയുടെ അനുഗ്രഹം, അമ്മയെന്ന് വിളിച്ച് ഒരു സ്റ്റെപ്പ് നമ്മൾ മുമ്പോട്ട് വെച്ചാൽ മതി, അമ്മ ഓടി വന്ന് കൈ പിടിച്ച് മടിയിലിരുത്തി ആലിംഗനം ചെയ്യും. തന്റെ കുഞ്ഞിനെ സദാ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു അമ്മയുടെ ആ ഒരു വികാര പ്രകടനമുള്ള ശ്ലോകങ്ങളാണ് ഭവാനി അഷ്ടകം. 8 എന്താ പറയാ സ്റ്റാൻസുകള്, 8 എന്താ പറയാ മന്ത്രങ്ങളെന്ന് നമുക്ക് പറയാം. എത്ര ദൂരെയാണെങ്കിലും, എത്ര നാള് കണ്ടില്ലെങ്കിലും, മക്കള് മറന്നാലും സ്നേഹത്തിന്റെ ഒരു കുറവും വരാതെ
അനുഗ്രഹം ചൊരിയുന്ന ജഗദംബിക. എങ്ങനെയാണ് ഒരു സാധാരണ അമ്മ? നമ്മളെല്ലാം അമ്മമാരാണ്. ആ അമ്മയുടെ ഫീലിംഗ് എന്താ? നമ്മൾ കുറെ കാലം മക്കളെ കാണാതിരുന്ന സ്നേഹം കുറയോ? മക്കളെ മറക്കുമോ? ഒരിക്കലും ഇല്ല അല്ലേ? ഒരു ശകലം പോലും കുറയില്ല. അപ്പോ നമ്മൾ എന്താ പറയാ? അവന് തിരക്കാണില്ലേ, അവൾക്ക് തിരക്കാണ്, അവര് ഭയങ്കര ധൃതിയാണ്, സാരമില്ല, അവര് നന്നായിരിക്കട്ടെ. ഒരു അമ്മയുടെ വാക്കുകളാണിത്. അതുപോലെ ഈ അമ്മയും ഇത്രയും ജന്മങ്ങളിൽ നമ്മൾ അമ്മയെ മറന്നു. പക്ഷെ അമ്മയ്ക്ക് ഒരു തരിക്ക് പോലും നമ്മളോട് സ്നേഹത്തിന് കുറവില്ല. അല്ലെ? അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എപ്പോ വിളിക്കണമെന്ന് കാത്തിരിക്കുകയാണ് അമ്മ. ആ അനുഗ്രഹം തരാൻ അമ്മയ്ക്ക് മടിയുമില്ല. അമ്മയുടെ പദവി പോലും, ഈ ജഗത് ജനനിയായിരിക്കുന്ന ലോകമാതാവിന്റെ പദവി പോലും തന്ന് നമ്മളെ അവിടെ ഇരുത്താൻ അമ്മ തയ്യാറാണ്. അതുകൊണ്ടാണല്ലോ നിജ സായുജ്യ പദവി തരുന്നത്, അല്ലെ? അപ്പൊ തനിക്ക് തുല്യമായിട്ട് താൻ തന്നെ ആകുന്ന പദവി തരുന്ന അമ്മയ്ക്ക് വേറെ എന്ത് നൽകാനാണ് ബുദ്ധിമുട്ട്? ചിന്തിച്ചു നോക്കൂ. ഈ പ്രപഞ്ചത്തില് നമ്മൾ അമ്മയോട് എന്താ ചോദിക്കേണ്ടത്? ഒന്നും ചോദിക്കേണ്ട. വേണ്ടതെല്ലാം തന്റെ മക്കൾക്ക് കൊടുത്ത് അനുഗ്രഹിക്കുന്നതാണ് ഭവാനി.